ടൂസ് അക്കാഡമിയിലേക്ക് ഏവർക്കും സ്വാഗതം. സെറ്റ് കെമിസ്ട്രി റിവിഷൻ സീരീസിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ആദ്യമേ തന്നെ ഞാൻ കുറച്ചേറെ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. ആ ഒരു ക്വസ്റ്റ്യൻ മാത്രമല്ല നിങ്ങൾ പഠിച്ചിട്ട് പോകേണ്ട, അതിന്റെ റിലേറ്റഡ് കാര്യങ്ങളും കൂടെ നിങ്ങളുടെ പ്രിപ്പറേഷനിൽ ഉൾപ്പെടുത്തുക. അപ്പോൾ സ്ഥിരം ഇനിയും ചോദിക്കാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ പല കോമ്പറ്റീറ്റീവ് എക്സാമിനും ചോദിച്ച് കണ്ടിട്ടുള്ളതാണ് ഫോസ്ഫറസ് കോമ്പൗണ്ടുകളൊക്കെ തന്നിട്ട് അതിനകത്ത് ബോണ്ടുകളുടെ എണ്ണമൊക്കെ ചോദിക്കും. അപ്പൊ അതിന് നമുക്ക് സ്ട്രക്ചർ അറിയണം, അതുപോലെ തന്നെ ഫോർമുല ഒക്കെ അറിയണം. അപ്പൊ ആദ്യത്തെ ചോദ്യം നോക്കാം. ദ നമ്പർ ഓഫ് POP ബോണ്ട് ഇൻ സൈക്ലിക് മെറ്റാ ഫോസ്ഫോറിക് ആസിഡ് ആണ്. ഞാൻ സ്ട്രക്ചർ ഒന്ന് വരയ്ക്കാം. 3 P ഉണ്ട്. ഇനി ഡബിൾ ബോണ്ട് OH, ഡബിൾ ബോണ്ട് OH, ഡബിൾ ബോണ്ട് OH. ഓക്കെ, അപ്പൊ POP ബോണ്ട് എത്ര നോക്കിക്കേ. POP ബോണ്ട് ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. POP 1 2 3. സോ POP ബോണ്ട് 3 എണ്ണമാണ്. POP ബോണ്ട് 3 എണ്ണമാണ്. ഇനി ചിലപ്പോൾ ചോദിക്കാം P ഡബിൾ ബോണ്ടോ? 1 2 3 P ഡബിൾ ബോണ്ടോ? സോ POP 3, P ഡബിൾ ബോണ്ടോ 3. ഇനി PP ബോണ്ട് ഉണ്ടോ? ഇല്ല. POH ഉണ്ട്, അല്ലെങ്കിൽ എത്ര ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ഉണ്ടോ എന്ന് ചോദിക്കാം. 1 2 3 3 ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ്. അപ്പൊ എളുപ്പമാണ് ഇത് പഠിക്കാനായിട്ട്. സൈക്ലിക് മെറ്റാ ഫോസ്ഫോറിക് ആസിഡിന്റെ സൈക്ലിക് മെറ്റാ ഫോസ്ഫോറിക് ആസിഡിന്റെ POP ബോണ്ടുകളും PP ബോണ്ടുകളും ഹൈഡ്രോക്സിൽ ഗ്രൂപ്പിന്റെ എണ്ണവും എത്രയാണ്? 3 തന്നെയാണ്. ഓക്കെ, അപ്പൊ അങ്ങനത്തെ ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അടുത്തത് P4S9. അത് ഒരു ചോദ്യം എന്ന് പറയുന്നത് നമ്പർ ഓഫ് PP bonds present in P4S9. So P4S9 ഏറ്റവും പ്രത്യേകത, there is no PP bond in P4S9. സ്ട്രക്ചർ ഒന്ന് അറിഞ്ഞിരിക്കുക. P double bond P double bond P S P S P S P P double bond S. അപ്പൊ ഇവിടെ നിന്നും ഈ PP ബോണ്ട് മാത്രമല്ല പഠിച്ചിട്ട് പോകേണ്ടത്, എത്ര PSB ബോണ്ട് ഉണ്ടെന്നും കൂടെ പഠിക്കുക. PSP എത്ര എണ്ണം ഉണ്ട്? 1 2 3 4 5 6 PSP ബോണ്ട് ഉണ്ട്. എത്ര P ഡബിൾ ബോണ്ടസ് ഉണ്ട്? 1 2 3 P ഡബിൾ ബോണ്ട് S ഉണ്ട്. അപ്പൊ ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ ഈ ഒരു രീതിയിൽ പഠിക്കുക. ഹ്യൂഹിയുടെ ടെക്സ്റ്റിൽ ഫോസ്ഫറസ് കോമ്പൗണ്ട്സ് എന്ന് പറഞ്ഞ ഒരു സെക്ഷനകത്ത് ഇതിന്റെ കുറെ സ്ട്രക്ചേഴ്സ് ഉണ്ട്. ഒന്ന് റെഫർ ചെയ്യുന്നത് നല്ലതായിരിക്കും. അടുത്ത ഇതുപോലെ തന്നെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ബോറോസോൾസിനകത്തെ സിഗ്മ ബോണ്ടും പൈ ബോണ്ടും. ബോറാസോൾ. ഓക്കെ, ബോറോസോൾസിന്റെ സ്ട്രക്ചർ ഒന്ന് വരയ്ക്കാം. ബൊറാസിൻ ഇനോർഗാനിക് ബെൻസീൻ എന്നറിയപ്പെടുന്ന കോമ്പൗണ്ട് ആണ്. അപ്പോ നിങ്ങളോട് ഇതിൽ നിന്നൊക്കെ റിലേറ്റഡ് ആയിട്ട് ചോദ്യങ്ങൾ വരാം. H എത്രയുണ്ട്? 12 സിഗ്മ ബോണ്ടും 3 പൈ ബോണ്ടും. സോ ഇങ്ങനത്തെയൊക്കെ ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ P4S9 ഇതുപോലെയുള്ള ചോദ്യങ്ങളൊക്കെ കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചിട്ട് പോവുക. ഇത്തരത്തിൽ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കൂടെ, ഈ ഒരു മാത്രം സെക്ഷൻ അല്ല, ഇത്തരത്തിൽ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും കൂടെ ഒന്ന് നോക്കിയിട്ട് വേണം നിങ്ങളുടെ എക്സാമിന് പോകാനായിട്ട്. ഓക്കെ, ഇനി അടുത്ത സെക്ഷനിലേക്ക് പോകാം.
സൾഫർ നൈട്രജൻ കോമ്പൗണ്ടിൽ നിന്നൊരു ചോദ്യമാണ്. ഇൻ ദ സ്ട്രക്ചർ ഓഫ് S4N4, S4N4ന്റെ സ്ട്രക്ചറിൽ S4N4 തന്നിട്ടുണ്ട്. ആ S4N4ൽ എല്ലാ SN ഡിസ്റ്റൻസും, അത് വളരെ ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്, അത് തന്നെ എക്സാമിന് വേണമെങ്കിൽ ചോദിക്കാം. S4N4ലെ സ്റ്റേറ്റ്മെന്റ് ഏതാണ് കറക്റ്റ്? SN ഡിസ്റ്റൻസ് ഈക്വൽ ആണോ അൺഈക്വൽ ആണോ? എന്താണ്? SN ഡിസ്റ്റൻസ് ഈക്വൽ ആണ്. അതിന്റെ റീസൺ എന്ന് പറയുന്നത് S4N4ന്റെ ഈക്വൽ, വളരെ ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്, ഈക്വൽ SN ഡിസ്റ്റൻസിന്റെ റീസൺ എന്ന് പറയുന്നത് എക്സ്റ്റെൻസീവ് ഡീലോക്കലൈസേഷൻ ഓഫ് p-π ഓർബിറ്റൽ, നൈട്രജന്റെ p-π ഓർബിറ്റലും സൾഫറിന്റെ d-π ഓർബിറ്റലും തമ്മിലുള്ള ഡീലോക്കലൈസേഷൻ ആണ് S4N4ലെ എല്ലാ SN ഡിസ്റ്റൻസുകളും ഒരേപോലെ ആവാനായിട്ടുള്ള കാരണം. S4N4ന്റെ ഒരേപോലെ ആകാനായിട്ടുള്ള കാരണം. സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ SN ഇതുപോലെയാണ് സ്ട്രക്ചർ വരുന്നത്. ഓക്കെ, അപ്പൊ ഇതിനൊരു കേജ് ലൈക്ക് സ്ട്രക്ചർ ആണ്. കേജ് ലൈക്ക് സ്ട്രക്ചർ ആണ്. ഓക്കെ, കേജ് ലൈക്ക് S4N4. ഒരു എന്നോട് ഉണ്ട്, സോറി. യെസ്, ഇങ്ങനെ വരാം. ഒരു 8 മെമ്പേർഡ് റിംഗ് ആണ്. ഇതൊക്കെ നമുക്ക് സ്റ്റേറ്റ്മെന്റിൽ പ്രതീക്ഷിക്കാം. 8 മെമ്പേർഡ് റിംഗ് ആണ്. കേജ് ലൈക്ക് റിംഗ് സ്ട്രക്ചർ ആണ്. കേജ് ലൈക്ക് റിംഗ് സ്ട്രക്ചർ ആണ്. എല്ലാ SN ഡിസ്റ്റൻസും ഈക്വൽ ആണ്. എല്ലാ SN ഡിസ്റ്റൻസും ഈക്വൽ ആണ്. And this is due to the extensive delocalization of electron. അത് ആരൊക്കെ തമ്മിലാണ്? നൈട്രജനിലായിരിക്കും പിയും എസിന്റെ d-πയുടെയും കൂടെ എക്സ്റ്റെൻസീവ് ഡീലോക്കലൈസേഷൻ ആയിരിക്കും. പി ഒരു d-π p-π ഇന്ററാക്ഷൻ ആണ്, ഒരു ഡീലോക്കലൈസ്ഡ് പൈ ബോണ്ടിങ്ങിന് കാരണമാവുകയും ഇലക്ട്രോണിനെ മൊത്തത്തിൽ റിങ്ങിന് മൊത്തത്തിലും സ്പ്രെഡ് ചെയ്യുകയും ചെയ്യുന്നത്. അങ്ങനെ അതിന്റെ ഫലമായിട്ട് SN ബോണ്ട് ഡിസ്റ്റൻസ് എന്താണ്? ഈക്വൽ ആയിട്ട് വരികയാണ്. ഏത് കേസില്? S4N4 സ്ട്രക്ചറിന്റെ കേസിൽ. അപ്പൊ S4N4 വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി ഇതിൽ നിന്ന് ചോദിക്കാവുന്ന അടുത്തൊരു സെറ്റ് ചോദ്യമാണ്, the pair of sulfur nitrogen compound, pair of sulfur nitrogen compounds, sulfur nitrogen compounds with 10 pi electron, with 10 pi electrons, 10 pi electrons ഉള്ള S4N4 2 plus S2N2, അടുത്തത് S4N4 2 plus S3N3 minus, അടുത്തത് S4N4 S2N2, അടുത്ത ഓപ്ഷൻ S3N3 minus S2N2. ഓക്കെ, അതില് ആൻസർ S4N2 പ്ലസിന് S4, അത് നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്ത് തന്നെ പോവുക. S4N2 പ്ലസിന് 10 pi ഇലക്ട്രോൺസ് ആണുള്ളത്. S3N3 മൈനസിനും 10 pi ഇലക്ട്രോൺ ആണ്. ഇനി S2N2ന് ചിലപ്പോൾ അടുത്ത തവണ 4 pi ഇലക്ട്രോണുകളാണ് ചോദിക്കുന്നതെങ്കിലോ, S2N2ന് 4 pi ഇലക്ട്രോൺ, S4N4ന് 8 pi ഇലക്ട്രോൺ. ഓക്കെ, അപ്പോ ഇത്രയും കാര്യങ്ങൾ ഒന്ന് ഓർത്ത് പോവുക. അപ്പൊ നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി ആണ്, S4N2 പ്ലസും S3N3 മൈനസും. ഇത് ഓക്കെ. അപ്പോൾ ഇങ്ങനത്തെ ഒക്കെ ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളുടെ പ്രിപ്പറേഷൻ, നിങ്ങളുടെ റിവിഷൻ ടൈമിൽ ഈ ഏരിയാസും കൂടെ ഒക്കെ ഇനോർഗാനിക് നോക്കുമ്പോൾ
ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. ചിലപ്പം ഇതിൽ നിന്നൊക്കെ ചോദ്യങ്ങൾ വരാം. അടുത്തൊരു ചോദ്യം സൾഫർ നൈട്രജൻ കോമ്പൗണ്ട്സിന്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്യാം. ദ polymeric species SNX is a three-dimensional conductor option B insulator, option C two-dimensional conductor, option D one-dimensional conductor. ഈ SN എന്ന് പറയുന്നത് അല്ലെങ്കിൽ SNX എന്ന് പറയുന്നത് പോളിസൾഫർ നൈട്രൈഡ് ആണ്. പോളിസൾഫർ നൈട്രൈഡ് ആണ്. ഇതൊരു ലീനിയർ ചെയിൻ പോളിമർ ആണ്. ഓൾട്ടർനേറ്റ് ആയിട്ട് സൾഫറും നൈട്രജൻ ആറ്റംസ് ഉണ്ട്. ആൻഡ് എലോങ് ദ ചെയിൻ ഇറ്റ് എക്സിബിറ്റ് മെറ്റാലിക് കണ്ടക്ടിവിറ്റി എക്സിബിറ്റ് ചെയ്യുന്ന ആളാണ്. ഓക്കെ, ഒരു ഇനോർഗാനിക് പോളിമർ ഇത്തരത്തിൽ കണ്ടക്ടിവിറ്റി കാണിക്കുന്ന ഫസ്റ്റ് അറിയപ്പെട്ട ഒരു ഇനോർഗാനിക് പോളിമർ ആണ് പോളിസൾഫർ നൈട്രൈഡ്. ആൻഡ് ഒരൊറ്റ ലീനിയർ ചെയിനിലാണ് അതിന്റെ കണ്ടക്ടിവിറ്റി കാണിക്കുന്നതുകൊണ്ട് ഇറ്റ് ഈസ് എ വൺ ഡയമെൻഷണൽ കണ്ടക്ടർ. സോ സൾഫർ നൈട്രജൻ കോമ്പൗണ്ട് നിങ്ങളുടെ ഡിസ്കഷനിൽ വരുമ്പോഴത്തേക്കും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ SNXന്റെ ഒക്കെ കാര്യങ്ങളൊന്ന് നോക്കുക. ഓക്കെ, അതുപോലെ വേറൊരു ചോദ്യം, ഹയസ്റ്റ് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി സൾഫർ നൈട്രജൻ കോമ്പൗണ്ടിൽ ഹയസ്റ്റ് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി. ഓക്കെ, അതുകൂടെ ഒന്ന് എഴുതി പോളുക. among sulfur nitrogen compounds, SNX exhibits highest electrical conductivity. ഈ പോയിന്റും കൂടെ ഒന്ന് ഓർത്ത് പോവുക. ഓക്കെ, ഇത്രയൊക്കെ കാര്യങ്ങൾ സൾഫർ നൈട്രജൻ കോമ്പൗണ്ട്സ്, ഫോസ്ഫറസ് കോമ്പൗണ്ടിൽ ആ സ്ട്രക്ചേഴ്സ്, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ ഒന്ന് നോക്കി പോകേണ്ടത്. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. അടുത്തത് ഒരു ഫോസ്ഫറസ് കോമ്പൗണ്ട് കൂടെ ഞാൻ പറയാം, P4S3. അതിന്റെ സ്ട്രക്ചർ കൂടെ ഒന്ന് വരയ്ക്കാം. P4S3 നമ്പർ ഓഫ് PS ബോണ്ട് അറിയണം. അതുപോലെ PP ബോണ്ട്, PS ബോണ്ട് നോക്കിക്കേ, PS ബോണ്ട് 1 2 3 4 5 6 PS ബോണ്ട്. PP ബോണ്ടോ 1 2 3 PP ബോണ്ട്, 3 PP ബോണ്ട്. സോ ഇനി POP ഉണ്ടോ? ഇല്ല. PSP ഉണ്ടല്ലേ, PSP 1 2 3. സോ 3 PSP ബോണ്ട്, 6 PS, 3 PP ബോണ്ട്. അപ്പൊ ഇങ്ങനത്തെയൊക്കെ ക്വസ്റ്റ്യൻസ് നമുക്ക് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ ഒരു കോമ്പൗണ്ട് ഓർത്തിരിക്കുക. അടുത്തത് സൾഫർ നൈട്രജനിൽ തന്നെ അടുത്ത ചോദ്യം, S2Cl2 on reaction with ammonia in CCl4 എന്ത് കിട്ടും എന്നുള്ളതാണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്, പഠിക്കുക തന്നെ ചെയ്യുക, ചോദിക്കാൻ സാധ്യതയുണ്ട്. S2Cl2 അമോണിയ ഇൻ CCl4 നമുക്ക് കിട്ടുന്നത് S4N4 പ്ലസ് S8 പ്ലസ് അമോണിയം ക്ലോറൈഡ്. ഇത്രയും കാര്യങ്ങൾ S4N4ന്റെ പ്രിപ്പറേഷൻ ആണ്. ആ ക്വസ്റ്റ്യനും കൂടെ ഒന്ന് നോക്കി പോവുക. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ സൾഫർ നൈട്രജനും ഫോസ്ഫറസ് കോമ്പൗണ്ട്സും. അടുത്തത് ടോട്ടൽ നമ്പർ ഓഫ് CO ബോണ്ട്സ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ക്രിസ്റ്റലിൻ കോപ്പർ അസറ്റേറ്റ്. ഓക്കെ, ക്രിസ്റ്റലിൻ
കോപ്പർ അസറ്റേറ്റ് മോണോഹൈഡ്രേറ്റ്. കോപ്പർ അസറ്റേറ്റ് മോണോഹൈഡ്രേറ്റിന്റെ സ്ട്രക്ചർ. ക്രിസ്റ്റലൈൻ കോപ്പർ അസറ്റേറ്റ് മോണോഹൈഡ്രേറ്റിന്റെ സ്ട്രക്ചർ ആണ്. അതിന് പല എക്സാംസിനും നെറ്റ് പോലെയുള്ള പല എക്സാംസിനും ഇതിൽ നിന്ന് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ക്രിസ്റ്റലൈൻ കോപ്പർ അസറ്റേറ്റ് മോണോഹൈഡ്രേറ്റിന്റെ സ്ട്രക്ചർ ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് സ്ട്രക്ചർ ആണ്. കുപ്രിക് അസറ്റേറ്റ് മോണോഹൈഡ്രേറ്റ് എന്ന് പറയും. അപ്പൊ ജസ്റ്റ് അതൊന്ന് വരയ്ക്കാം. എന്നാലും ഇതിന് ചോദിക്കുന്നത് CuO ബോണ്ട് ആണ്. ആൻസർ 10 CuO ബോണ്ട്സ് ആണ്. അതൊന്ന് ബൈഹാർട്ട് തന്നെ ചെയ്യുക. സ്ട്രക്ചർ ബുദ്ധിമുട്ടുള്ളവർ സ്ട്രക്ചർ ജസ്റ്റ് ഒന്ന് ഞാൻ വരയ്ക്കാം. സ്ട്രക്ചർ നിർബന്ധമായിട്ട് കാണാതെ പഠിക്കണ്ട. ആ എത്ര ബോണ്ട് ഉണ്ടെന്നുള്ളത് മാത്രം ഒന്ന് പഠിച്ചാൽ മതിയാവും കേട്ടോ. 10 CuO ബോണ്ട് ആണെന്നുള്ളത്. ഞാൻ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. അപ്പൊ നിങ്ങൾ ഈ 10 CuO ബോണ്ട് ഉണ്ട് എന്നുള്ളതാണ് കൃത്യമായിട്ട് നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കേണ്ടത്. ഓക്കെ, 10 CuO ബോണ്ട് അസറ്റേറ്റിനകത്തുണ്ട്. അതുപോലെ വേറൊരു ചോദ്യം, CuCl5 അതും ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇൻ സോളിഡ് CuCl5 രണ്ട് തരത്തിലുള്ള ബോണ്ട് ഉണ്ട്. ആക്സിയലും ഇക്വറ്റോറിയലുമാണ്. അത് ഏതൊക്കെയാണെന്ന് 3 ലോങ് 2 ഷോർട്ട്, 2 ലോങ് 3 ഷോർട്ട്, 1 ലോങ് 4 ഷോർട്ട്, 4 ലോങ് 1 ഷോർട്ട്. ഇത് സോളിഡ് സ്റ്റേറ്റില് ജോൺ ടെല്ലർ ഡിസ്റ്റോർഷൻ കാരണം CuCl5 3 ലോങ് ബോണ്ടും 2 ഷോർട്ട് ബോണ്ടും ആണ് വരുന്നത്. CuCl5 നമ്മുടെ ജോൺ ടെല്ലർ ഡിസ്റ്റോർഷൻ കാണിക്കുന്നതാണ് CuCl5. അതെങ്ങനെ വരും? നീളമുണ്ട്, ഒരേ നീളമാണ്. 2.39 ആങ്സ്ട്രോമും രണ്ടെണ്ണം Cl 2.29 ആണ്. അപ്പൊ 3 ലോങ്ങും 2 ഷോർട്ടുമാണ്. അപ്പൊ പെട്ടെന്ന് നമ്മൾ ആക്സിയൽ ലോങ്ങും 2 ആക്സിയൽ വലുതും 3 ഷോർട്ട് എന്ന് തെറ്റിദ്ധരിക്കും. പക്ഷെ അങ്ങനെയല്ല. ഡിസഡ് ഔട്ട് ഡിസ്റ്റോർഷൻ വരുന്നത് പ്രകാരം ഇവിടെ ഡിസ്റ്റോർഷൻ സംഭവിച്ച് ബോണ്ടുകളുടെ ബോണ്ട് ലെങ്ത് വ്യത്യാസപ്പെടും. അതിന്റെ ഫലമായിട്ട് ഇക്വറ്റോറിയലിനാണ് നീള കൂടുതൽ, ആക്സിയലിന് നീള കുറവായിരിക്കും. 2.39 ആണ് നമ്മളുടെ ഇക്വറ്റോറിയലിനുള്ളത്, ആക്സിയലിൽ 2.29. ഓക്കെ, അപ്പൊ ആ ക്വസ്റ്റ്യനും നിങ്ങൾ ഒന്ന് ഓർത്തിരിക്കുക. അടുത്തത് TBP ട്രൈഗണൽ ബൈപിരമിഡൽ ജോമെട്രിയിലെ ഡിയോർബിറ്റൽ സ്പ്ലിറ്റിംഗ് പ്രകാരം ഹയസ്റ്റ് എനർജി ആർക്കാണ്? ഇപ്പൊ ഞാൻ ഇവിടെ നിങ്ങൾക്ക് TBP ആയിരിക്കും പറഞ്ഞു തരുന്നത്. നിങ്ങൾ TBP മാത്രം നോക്കിപ്പോയാൽ പോരാ. സ്ക്വയർ പ്ലനാർ നോക്കണം, ടെട്രാഹൈഡ്രൽ നോക്കണം,
ഒക്ടാഹൈഡ്രൽ നോക്കണം, ഡിസ്റ്റോർട്ടഡ് നോക്കണം. ഇപ്പൊ TBPയുടെ ഇതാണ് എനർജി ലെവൽസ് ഞാനൊന്ന് എഴുതാം. dz² ഗ്രേറ്റർ ദാൻ dx² മൈനസ് y² ഗ്രേറ്റർ ദാൻ dxy ഗ്രേറ്റർ ദാൻ dxz ഈക്വൽ ടു dyz. അപ്പൊ ഇതിനകത്തുനിന്ന് ഏറ്റവും സ്റ്റേബിൾ എനർജി ലെവൽ ഏതാണെന്ന് ചോദിക്കാം. സ്റ്റേബിൾ എനർജി ലെവൽ എന്താണ്? എനർജി കുറവായിരിക്കും. സോ ദാറ്റ് ഇസ് dxz ഈക്വൽ ടു dyz, ലോവസ്റ്റ് എനർജി. ഓക്കെ, അടുത്തത് ഹയസ്റ്റ് എനർജി ലീസ്റ്റ് സ്റ്റേബിൾ ഏതാണ്? dz². dz² ആണ്. അപ്പൊ ഇങ്ങനത്തെയൊക്കെ ചോദ്യങ്ങൾ നമുക്ക് എക്സാമിന് പ്രതീക്ഷിക്കാവുന്നതാണ്. നമ്മളുടെ എന്താണ് കോർഡിനേഷൻ ജോമെട്രിയിൽ ഇതാണ്. അടുത്തത് അടുത്ത ക്വസ്റ്റ്യൻ. green colored NiPPH2 ET twice Br2 has a magnetic moment of 3.20 Bohr magneton. The geometry and number of isomers possible. Option ഉണ്ട്. Square planar, 1 isomer, square planar, 1 isomer, 2 isomer, tetrahedral, 1 isomer, tetrahedral, 2 isomer. അപ്പോൾ ഈ കോംപ്ലക്സിന് പറഞ്ഞിരിക്കുന്നത് മാഗ്നറ്റിക് മൊമെന്റ് ഉണ്ട്. That indicates what? That indicates the presence of unpaired electron. സ്ക്വയർ പ്ലാനാർ. അപ്പം നമുക്ക് മനസ്സിലായി ഇത് ഒരു 4 കോർഡിനേഷൻ ആണ്. നോക്കിക്കേ, NiPPH2 + 2 4 കോർഡിനേഷൻ കോമ്പൗണ്ട് ആണ്. 4 കോർഡിനേഷൻ കോമ്പൗണ്ടിന് ടെട്രാഹൈഡ്രലും ആകാം, സ്ക്വയർ പ്ലാനാറും ആകാം. നമുക്കറിയാം സ്ക്വയർ പ്ലാനാർ കോംപ്ലക്സസ് ആർ ഡയാമാഗ്നറ്റിക് ഇൻ നേച്ചർ. സ്ക്വയർ പ്ലാനാർ കോംപ്ലക്സുകൾ ഡയാമാഗ്നറ്റിക് ആണ്. അവരുടെ എനർജി ലെവൽ ഡയഗ്രാം പറയുന്നുണ്ട്. പക്ഷെ ഇവിടെ 3.20 Bohr magneton ഉണ്ട് എന്ന് പറയുമ്പോൾ that indicates the presence of unpaired electron. So the geometry will be ഉറപ്പായിട്ടും എന്തായിരിക്കും? ടെട്രാഹൈഡ്രൽ ആയിരിക്കും. അപ്പൊ അവിടെ നമുക്ക് അത് കിട്ടി. ഇനി ടെട്രാഹൈഡ്രലിന്റെ പ്രത്യേകത എന്താണ്? ടെട്രാഹൈഡ്രൽ ജോമെട്രി do not show geometrical isomerism. ടെട്രാഹൈഡ്രൽ എന്ത് കാണിക്കില്ല? ജോമെട്രിക്കൽ ഐസോമറിസം കാണിക്കില്ല. സോ ഒരൊറ്റ ഐസോമറെ അവിടെ പോസിബിൾ ആയിട്ടുള്ളൂ. സോ ദ കറക്റ്റ് ആൻസർ ഇസ് ടെട്രാഹൈഡ്രൽ ആൻഡ് എന്താണ്? ആൻഡ് നമ്പർ ഓഫ് ഐസോമേഴ്സ് ഇസ് 1 എന്നുള്ളത്. അപ്പോൾ നമ്മുടെ ഈ പറഞ്ഞ എന്താണ് കോർഡിനേഷനകത്തുനിന്ന് ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. സോ ഓപ്ഷൻ 3. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. The coordination number, ഇത് പല എക്സാമിനും ചോദിച്ചിട്ടുള്ളതാണ്. കോർഡിനേഷൻ നമ്പർ ആൻഡ് geometry of CeNO3 6 times 2 minus. ഓക്കെ, അപ്പൊ CeNO3 6 മൈനസ്, അതാണ് നമ്മളുടെ ചോദ്യം. അപ്പോ നൈട്രേറ്റ് ഒരു ബൈഡന്റേറ്റ് ലിഗാൻഡ് ആണ്. സോ 6 × 2 12. അപ്പൊ കോർഡിനേഷൻ നമ്പർ 12ഉം ആൻഡ് ജോമെട്രി ഈസ് ഇക്കോസാഹീഡ്രനും ആണ്. ഓക്കെ, അപ്പൊ ഇതൊന്ന് ഇങ്ങനത്തെയൊക്കെ ചോദ്യങ്ങൾ നിങ്ങളുടെ ഇൻക്ലൂഡ് ചെയ്ത് പോവുക. അടുത്തത് an example of halochronic material. ഹാലോക്രോമിക് മെറ്റീരിയലിന്റെ എക്സാമ്പിൾ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷനിൽ ഗാലിയം നൈട്രൈഡ്, മീഥൈൽ ഓറഞ്ച്, FeAl അലോയ് ഇതൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ
തന്നിരിക്കുന്നതിനകത്ത് ഹാലോക്രോമിക് മെറ്റീരിയൽ എന്താണെന്നാണ് ചോദ്യം. എന്താണ് ഹാലോക്രോമിക് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും പെട്ടെന്ന് തന്നെ ഇതിന്റെ ഓപ്ഷനിലേക്ക് എത്താനായിട്ട് സാധിക്കും. ഹാലോക്രോമിക് മെറ്റീരിയൽ എന്ന് പറയുന്നത് ഏതൊരു സബ്സ്റ്റൻസ് ആണോ സൊല്യൂഷന്റെ pH ചേഞ്ച് അനുസരിച്ച് ഡിപ്പെൻഡിങ് ഓൺ ദ pH എന്ത് ചേഞ്ച് ചെയ്യും? കളർ ഓഫ് ദ സബ്സ്റ്റൻസ് ചേഞ്ച് ചെയ്യും. അപ്പൊ pH എന്ന വാക്ക് കാണുമ്പോൾ തന്നെ ഏതാണ്? യെസ്, മീഥൈൽ ഓറഞ്ച്. സോ ഹാലോക്രോമിക് മെറ്റീരിയലിന്റെ ഒരു പ്രത്യേകത pH മാറുന്നതനുസരിച്ച് ഈ മെറ്റീരിയൽ വ്യത്യസ്ത കളർ കാണിക്കും. അപ്പൊ മീഥൈൽ ഓറഞ്ച് ഒരു pH ഇൻഡിക്കേറ്റർ ആണ്. അസിഡിക് സൊല്യൂഷനിൽ റെഡും ബേസിക് സൊല്യൂഷനിൽ യെല്ലോയും കാണിക്കും. സോ മീഥൈൽ ഓറഞ്ച് ഇസ് ആൻ എക്സാമ്പിൾ ഓഫ് ഹാലോക്രോമിക് മെറ്റീരിയൽ. ഇനി അതുപോലെ തന്നെ മിസ്ലേനിയസ് ടോപ്പിക്കിൽ നിന്ന് വരാൻ ഉള്ള ഒരു ചോദ്യമാണ് 1D നാനോ മെറ്റീരിയലിന് എക്സാമ്പിൾ. 1D നാനോ മെറ്റീരിയലിന്, 1 ഡയമെൻഷണൽ നാനോ മെറ്റീരിയലിന് എക്സാമ്പിൾ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? 1D 1 ഡയമെൻഷണൽ നാനോ മെറ്റീരിയൽ. 1 ഡയമെൻഷണൽ നാനോ മെറ്റീരിയൽസിന് എക്സാമ്പിൾ എന്ന് പറയുന്നത് നാനോ വയേഴ്സ്, നാനോ റോഡ്, carbon nanotubes, nanotubes, nano fiber, etc. Okay. അതുപോലെ 2-dimensional nanomaterial example graphene. Graphene is a 2-dimensional nano material. Okay. Then fullerene and diamond. Fullerene, ഗ്രാഫീനും ഗ്രാഫൈറ്റും 2D ആണ്. ഫുളറീനും ഡയമണ്ടും 0 ഡയമെൻഷനിൽ ആണ്. സോ ഇങ്ങനത്തെയൊക്കെ ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. സോ അത്തരത്തിലൊക്കെ ക്വസ്റ്റ്യൻസ് ഒന്ന് നിങ്ങൾ ചെയ്തിട്ട് പോവാം. നിങ്ങൾ ഈ ലാസ്റ്റ് മിനിറ്റ് റിവിഷനിൽ അതുകൂടെ ഒന്ന് ഇൻക്ലൂഡ് ചെയ്യുക. അത്രയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. മെറ്റാലിക് ഗോൾഡ് crystallizes in FCC structure with unit cell dimension of 4 angstrom. റേഡിയസ് കണ്ടുപിടിക്കാനാണ് ചോദ്യം. അപ്പോൾ FCCയിലെ റേഡിയസും ലാറ്റിസ് പാരാമീറ്ററും എയും തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ട്. അതാണ് ആദ്യമേ അറിയാം. 4R is equal to √2a. നമുക്ക് a ഇവിടെ തന്നിട്ടുണ്ട് ആങ്സ്ട്രം. സോ 4R is equal to √2 into 4 into ആങ്സ്ട്രം 10⁻⁻10 ചെയ്താൽ മതിയാവും. ആങ്സ്ട്രത്തിലാണ് തന്നിരിക്കുന്നത്. ഓക്കെ, അല്ലെങ്കിൽ 10⁻⁻10 എടുത്ത് മാറ്റി ആങ്സ്ട്രത്തിലാണ് ആൻസർ വേണ്ടെങ്കിൽ അങ്ങനെ ചെയ്താലും മതി. So R is equal to √2 into 4 angstrom by 4 ചെയ്താലും മതി. ആങ്സ്ട്രത്തിലാണ് ആൻസർ വേണ്ടത്, അതല്ല സെന്റിമീറ്ററിലാണ് ഇങ്ങനെ ചെയ്യുക. സോ 4 ക്യാൻസൽ ചെയ്തു. സോ √2 that is equal to 1.414 ആങ്സ്ട്രം ആണ് എന്തെന്ന് പറയുന്നത്, റേഡിയസ് എന്ന് പറയുന്നത്. സോ ഇങ്ങനത്തെയൊക്കെ ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ നിങ്ങളുടെ ഞാൻ പറഞ്ഞില്ലേ, ഇനിയുള്ള ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷനിൽ നിങ്ങൾ ഇത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ ഒന്ന് ഇൻക്ലൂഡ് ചെയ്ത് പോവുക. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ. നമുക്ക് ഓർഗാനിക്കിൽ നിന്ന് ഒരു ചോദ്യമാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, തന്നിരിക്കുന്നതിനകത്ത് അരോമാറ്റിക് കോമ്പൗണ്ട്.
യെസ്. ഇതെന്തായാലും അറിയാലേ ആന്ത്രസീൻ ഡയമഗ്നറ്റിക് ആണെന്ന്. അപ്പൊ നമുക്ക് അരോമാറ്റിക് കോമ്പൗണ്ട്സിൽ ഹക്കൽ റൂൾ ആണ് നമ്മൾ നോക്കുന്നത്. 4n+2 റൂൾ ആണ് നമ്മൾ നോക്കുന്നത്. ആദ്യത്തെ കോമ്പൗണ്ട് ഒന്ന് നോക്കുക. സൈക്ലിക് ആണ്, പക്ഷെ പ്ലനാർ അല്ല. റിംഗ് സ്ട്രെയിൻ കാരണം സ്റ്റെറിക് റിപ്പൾഷൻ ഒക്കെ ഉണ്ട്. സോ അത് അരോമാറ്റിക് അല്ല. കാരണം ഇവിടെ എന്താണ്, ഹൈഡ്രജൻ ഉണ്ട്. സോ അപ്പൊ ഇവിടെ ഒരു റിപ്പൾഷൻ വരും. സോ അതുകൊണ്ട് പ്ലനാർ അല്ല, സ്ട്രെയിൻ ഉണ്ട്. സോ പ്ലനാർ ആയിട്ട് നിൽക്കില്ല. സോ ഇറ്റ് ഈസ് നോൺ അരോമാറ്റിക്. രണ്ടാമത്തെ കോമ്പൗണ്ടിലേക്ക് എത്തുമ്പോൾ യെസ്, ഇവിടെ സൈക്ലിക്കും പ്ലനാറും ആണ്. ആൻഡ് ഓക്സിജൻ ആറ്റം ഇപ്പൊ 3, 5 എന്താണ് 3, 5 പൈ ഇലക്ട്രോൺസ് ഉണ്ട് അല്ലെ. ദാറ്റ് ഈസ് 5 പൈ പെയർസ് ആണ്, 5 പൈ ബോണ്ട് ആണ്. സോ 10 പൈ ഇലക്ട്രോൺ. സോ 4n+2 റൂൾ ഉണ്ട്. അപ്പൊ ഇവിടെ ആ ഒരു സ്ട്രെയിൻ ഒഴിവാക്കാനായിട്ടാണ് ഇങ്ങനെ വന്ന് O ആണ് വന്ന് നിൽക്കുന്നത്. സോ അത് അരോമാറ്റിക് ആണ്. അടുത്ത കേസിൽ നിങ്ങൾക്ക് അറിയാവുന്നതാണ്, അതൊരു 10 പൈ ഇലക്ട്രോൺ ഉള്ള ആന്ത്രസീൻ ആണ്. സോ ഓപ്ഷൻ ബിയും സിയും ആർ അരോമാറ്റിക്. ഓക്കെ, ബി ആൻഡ് സി ആർ അരോമാറ്റിക്. അപ്പോൾ ഇങ്ങനത്തെയൊക്കെ ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, addition of BH3 to carbon-carbon double bond is a option A anti-Markovnikov syn addition, anti-Markovnikov anti-addition, Markovnikov syn addition, Markovnikov anti-addition. ഓക്കെ, അപ്പോ നമുക്കറിയാം, നമുക്ക് എക്സാമ്പിൾ കാണിക്കാം. ആർ സി ഡബിൾ ബോണ്ട് എച്ച് ഡബിൾ ബോണ്ട് CH2 ലേക്ക് BH3 ആഡ് ചെയ്യാണ്. ഇത് BH3യുടെ അഡീഷൻ എന്ന് പറയുന്നത് ഒരു സിൻ അഡീഷൻ ആയിരിക്കും. അതുപോലെ നെഗറ്റീവ് പാർട്ട് ഓഫ് ദ അഡൻഡം, ഇത് BH3യുടെ അഡീഷൻ ഒരു ആന്റി മാർക്കോനിക്കോവ് റൂൾ ആണ്. മാർക്കോനിക്കോവ് റൂൾ പ്രകാരം ലെസ് നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റത്തിലേക്ക് നെഗറ്റീവ് പാർട്ട് ഓഫ് ദ അഡൻഡം അറ്റാച്ച് ചെയ്യുന്നു എന്നുള്ളതാണ്, ലെസ് നമ്പർ ഓഫ് ഹൈഡ്രജൻ. അപ്പൊ ഇവിടെ BH2 മൈനസ് പാർട്ട്, H+ പാർട്ട്. സോ ഇവിടെയാണ് ഹൈഡ്രജൻ കുറവ്. അപ്പം ഇവിടേക്ക് ഈ എച്ചും ഇത് BH2 ഹൈഡ്രജൻ കൂടുതലുള്ളിടത്തേക്കും വരും. സോ ഇറ്റ് ഈസ് ആന്റി മാർക്കോനിക്കോവ് റൂൾ. ഇത് രണ്ടും ആഡ് ചെയ്യുന്നത് സെയിം സൈഡിൽ നിന്നാണ്. സോ ഇറ്റ് ഈസ് എ സിൻ അഡീഷൻ. ആന്റി മാർക്കോനിക്കോവ് സിൻ അഡീഷൻ ആണ് എന്തെന്ന് പറയുന്നത്, നമ്മളുടെ ഈ ഒരു ടോപ്പിക് എന്ന് ഈ ഒരു BH3 അഡീഷൻ എന്ന് പറയുന്നത്. സോ ഇങ്ങനത്തെയൊക്കെ ചോദ്യങ്ങൾ നമുക്ക് എന്താ പറയുന്നത്, ചോദ്യത്തിൽ നിന്ന് വരാൻ, ഇങ്ങനത്തെയൊക്കെ ചോദ്യങ്ങൾ നമുക്ക് വരാൻ സാധ്യത ഉള്ളൊരു കാര്യമാണ്. ദെൻ അടുത്തത് തന്നിരിക്കുന്നതിനകത്ത് ഓർഡർ ഓഫ് അസിഡിറ്റി.
CF3, 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 CF3. ഒന്ന് ബി, അടുത്തത് CF3ക്ക് പകരം CH3, 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 CH3. ഇതിന്റെ ഓർഡർ ഓഫ് അസിഡിറ്റി എഴുതാനായിട്ടാണ് ചോദ്യം. ഓർഡർ ഓഫ് അസിഡിറ്റി ഓപ്ഷൻസ് കൂടെ ഞാൻ എഴുതിയേക്കാം. ഓപ്ഷൻ എ ബി ഗ്രേറ്റർ ദാൻ സി ഗ്രേറ്റർ ദാൻ എ. ഓപ്ഷൻ ബി സി ഗ്രേറ്റർ ദാൻ ബി ഗ്രേറ്റർ ദാൻ എ. ഓപ്ഷൻ സി എ ഗ്രേറ്റർ ദാൻ സി ഗ്രേറ്റർ ദാൻ ബി. ഓപ്ഷൻ ഡി എ ഗ്രേറ്റർ ദാൻ ബി ഗ്രേറ്റർ ദാൻ സി. അപ്പൊ ഇത്രേ ഉള്ളൂ. ഈ ഒരൊറ്റ പോയിന്റ് ഓർത്താൽ മതി. ഇൻ ജനറൽ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് increases the acidity. Electron releasing group decreases the acidity. ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് വന്നാൽ അസിഡിറ്റിയെ കൂട്ടുകയും ഇലക്ട്രോൺ റിലീസിംഗ് ഗ്രൂപ്പ് വന്നാൽ അസിഡിറ്റിയെ കുറയ്ക്കും. അപ്പൊ തന്നിരിക്കുന്ന കോമ്പൗണ്ടില് CF3 എന്ന് പറയുന്നത് എന്താണ്? അത് ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പാണ്. CH3 എന്ന് പറയുന്നതോ ഇലക്ട്രോൺ റിലീസിംഗ് ഗ്രൂപ്പാണ്. അപ്പൊ കോമ്പൗണ്ട് എയില് ഹൈലി ഇലക്ട്രോനെഗറ്റീവ് ഫ്ലൂറിൻ ആറ്റം ഉള്ളത് കൊണ്ട് CF3 becomes electron withdrawing group and makes the conjugate base stable, so it is more acidic. In compound C, the methyl groups are electron donating, that അല്ലെങ്കിൽ electron releasing, donating അല്ലെങ്കിൽ electron releasing, so it will be least acidic. In compound B, രണ്ടാമത്തെ കോമ്പൗണ്ടില് ഹൈഡ്രജൻ ആറ്റത്തിന്റെ ലോസ്, ഒരു ഹൈഡ്രജൻ ആറ്റം നഷ്ടപ്പെടുമ്പോൾ, അതായത് നമ്മുടെ ഈ ഒരു H പോയെന്ന് വെച്ചു, അപ്പൊ ഇതാ ഇങ്ങനെ ഒരു സൈക്ലോപ്രൊപ്പീനൈൽ ആനയോൺ ആവും. ആൻഡ് ദാറ്റ് ബിക്കം 4π ഇലക്ട്രോൺ സിസ്റ്റം. അസിഡിറ്റി ആണോ നോക്കുകയാണ്. H+ റിലീസ് ചെയ്യുന്ന സമയത്ത് 4π ഇലക്ട്രോൺസ് ആവുകയും 4π ഇലക്ട്രോൺ ആവുകയും ചെയ്യും. അപ്പൊ അതിന്റെ സ്റ്റെബിലിറ്റി പോവും. ഓക്കെ, സ്റ്റെബിലിറ്റി പോവും. ദാറ്റ് ഈസ് എന്താ പറയുന്നത്, ആന്റി അരോമാറ്റിക് ആണ്. ഫോറിൻ സിസ്റ്റം വന്നാൽ അത് ആന്റി അരോമാറ്റിക് ആണ്. സോ ആന്റി അരോമാറ്റിക് ആയിട്ട് അത്ര പെട്ടെന്ന് അസിഡിക് പ്രോട്ടോൺ റിലീസ് ചെയ്യില്ല. സോ ഇറ്റ് ഈസ് ദ ലീസ്റ്റ് അസിഡിക്. സോ എങ്ങനെയാണ് ഓപ്ഷൻ പോകുന്നത്? എ ഗ്രേറ്റർ ദാൻ സി ഗ്രേറ്റർ ദാൻ ബി. സോ ഈ ഒരു ചോദ്യവും കൂടെ നിങ്ങൾ കൃത്യമായിട്ടൊന്ന് അറിഞ്ഞ് വെക്കുക. ഓക്കെ, ഇനി അടുത്തത് സെറ്റിന് കണ്ടുവരുന്നൊരു ചോദ്യമാണ് nomenclature. Which is the compound having the name set 1-bromo 1,2-dichloro ethane. നമുക്കിവിടെ അസെറ്റ് എന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം സ്ട്രക്ചർ ഞാൻ എഴുതാം. H Cl 1,2 option C. എന്താണ് ചോദ്യം നോക്കിക്കേ. 1-bromo 1,2-dichloro ethane. അപ്പൊ ക്ലോറിൻ 1,2 ഒരു കാർബണിലാണോ 2 ക്ലോറിൻ അല്ല, 1,2.
സോ നമുക്ക് ഇത് റൂൾ ഔട്ട് ചെയ്യാം. കാരണം ഇത് ഒറ്റ കാർബണിൽ തന്നെയാണ് 2 ക്ലോറിൻ വന്നിരിക്കുന്നത്. സോ അതങ്ങ് നമുക്ക് റൂൾ ഔട്ട് ചെയ്യാം. അങ്ങ് നമുക്ക് മായ്ച്ചു കളഞ്ഞേക്കാം. ഓക്കെ, ഇനി അടുത്ത 2 എണ്ണമാണ് നമുക്ക് നോക്കേണ്ടത്. സോ എന്താണ്? സെഡ് ബ്രോമോ. ഓക്കെ, ഇവിടെ 1 ബ്രോമോ 1 2 1 ബ്രോമോ 1 2 ഡൈക്ലോറോഇഥേൻ. ഇവിടെയും ഓക്കെ, 1 ബ്രോമോ, രണ്ടും ഓക്കെ ആണ്. അപ്പൊ ഇനി ഡിറ്റർമിൻ ചെയ്യേണ്ടത് സെഡ് വരുന്നോ എന്നുള്ളതാണ്. അപ്പൊ നോക്കിക്കേ, പ്രയോറിറ്റി ഗ്രൂപ്പ് ഞാൻ ഫസ്റ്റിൽ കൊടുക്കുകയാണ്. BR-നാണ് പ്രയോറിറ്റി കൂടുതൽ, വെയിറ്റ് കൂടുതൽ, അറ്റോമിക് വെയിറ്റ് കൂടുതൽ, അതാണ്. സോ ക്ലോറിനേക്കാൾ. സോ 1 2 ഇവിടെ 1 2. സിമിലർ പ്രയോറിറ്റി വരുന്നത് സെയിം സൈഡിൽ വന്നു. 2 ഹയർ പ്രയർ ഗ്രൂപ്പും ഒരേപോലെ ഒരേ സൈഡിൽ വന്നു. സോ ദിസ് ഇസ് സെഡ്. ഇനി ഇവിടെയോ 1 ക്ലോറിന് 2 കൊടുക്കുന്നു. ഇവിടെ വരുമ്പോഴത്തേക്കും ഈ സെക്കൻഡ് കാർബണിലേക്ക് വരുമ്പോഴത്തേക്ക് ക്ലോറിൻ, ഇവിടത്തെ ക്ലോറിൻ 1, ഹൈഡ്രജൻ 2. കാരണം അറ്റോമിക് വെയിറ്റ് ക്ലോറിൻ ആണ് ഹൈഡ്രജനേക്കാൾ കൂടുതൽ. ഇവിടെ എന്താണ്? പ്രയോറിറ്റി ഗ്രൂപ്പുകൾ ഓപ്പോസിറ്റ് വന്നു. പ്രയോറിറ്റി ഗ്രൂപ്പിൽ ഓപ്പോസിറ്റ് വരുമ്പോൾ ട്രാൻസ് ആണ്, ദാറ്റ് ഈസ് ഇ. സോ ഓപ്ഷൻ ബി ഇസ് ദ ആൻസർ. C ഡബിൾ ബോണ്ട് C Br Cl HCl. നമ്മുടെ അറ്റോമിക് വെയിറ്റ്, അറ്റോമിക് നമ്പർ നോക്കിയാലും മതി. അപ്പൊ കൂടുതൽ വെയിറ്റ് ഉള്ള ആൾക്ക് ഏറ്റവും ടോപ്പ് പ്രയോറിറ്റി കൊടുക്കുന്നു. അപ്പൊ ഇവിടെ ബ്രോമിനും Cl-ഉം എടുക്കുമ്പോൾ, ഇവിടെ ബ്രോമിനും Cl എടുക്കുമ്പോൾ ബ്രോമിനാണ് ക്ലോറിനേക്കാൾ വെയിറ്റ്. സോ 1 ബ്രോമിന് കൊടുത്തു, ക്ലോറിന് 2 കൊടുത്തു. ഈ കാർബണിലെ ക്ലോറിൻ ഹൈഡ്രജൻ എടുക്കുമ്പോൾ ക്ലോറിനാണ് ഹൈഡ്രജനേക്കാൾ വെയിറ്റ് കൂടുതൽ. സോ അവിടെ 1 ഹൈഡ്രജൻ 2. അപ്പോൾ 1 1 2 2 സെയിം സൈഡിൽ വന്നു. സോ സെഡ് വന്നു. ഓൾറെഡി നമ്മൾ 1 ബ്രോമോ 1 2 ഡൈക്ലോറോ ഈഥൈൻ ഏതാണെന്ന് നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലൊക്കെയുള്ള കാര്യങ്ങളൊന്ന് കണ്ടുപിടിച്ചിരിക്കുക. ഇനിയും അടുത്തൊരിത്, നമ്മുടെ സിസ് ആൻഡ് ട്രാൻസ് റിലേഷൻഷിപ്പ് ഒന്ന് എഴുതിയേക്കാം. അതുകൊണ്ട് പഠിക്കണം. സിസ് ആൻഡ് ട്രാൻസ് റിലേഷൻഷിപ്പ്. വൺ ടു ഡൈ സബ്സ്റ്റിറ്റ്യൂട്ടഡ് സൈക്ലോഹെക്സൈനില് 1 2 ഡൈ സബ്സ്റ്റിറ്റ്യൂട്ടഡ് സൈക്ലോഹെക്സൈനില് സിസ് എന്ന് പറയുന്നത് ആക്സിയൽ ഇക്വറ്റോറിയലിനെയോ അല്ലെങ്കിൽ ഇക്വറ്റോറിയൽ ആക്സിയലിനെയോ ആണ് വിളിക്കുന്നത്. അപ്പം 1 ആക്സിയലിലും 2 ഇക്വറ്റോറിയലും നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ അത് സിസ് ആണ്. അല്ലെങ്കിൽ ഫസ്റ്റ് സബ്സ്റ്റിറ്റ്യൂന്റ് ഇക്വറ്റോറിയലും സെക്കൻഡ് സബ്സ്റ്റിറ്റ്യൂന്റ് ആക്സിയലിൽ നിന്നെന്ന് പറഞ്ഞാലും അത് സിസ് ആണ്. അപ്പൊ 1 2 ട്രാൻസ് എന്ന് പറയുമ്പോൾ ആ 2 ഗ്രൂപ്പും ഒന്നെങ്കിൽ രണ്ടും ആക്സിയൽ ആയിട്ട് നിൽക്കും, അല്ലെങ്കിൽ ഇക്വറ്റോറിയൽ ആയിട്ട് നിൽക്കും. ഇതാണ് 1 2 ഡൈ സബ്സ്റ്റിറ്റ്യൂന്റിന്റെ കോൺഫിഗറേഷൻ. ഇനി 1 4ന്റെ കേസിൽ സിസ് എന്ന് പറഞ്ഞാൽ സെയിം തന്നെ. 1ലെ ഗ്രൂപ്പ് എ ആക്സിയൽ ആയിട്ടും 4ലെ ഗ്രൂപ്പ് ഇക്വറ്റോറിയൽ ആയിട്ടോ, അല്ലെങ്കിൽ 1ലെ ഗ്രൂപ്പ് ഇക്വറ്റോറിയൽ ആയിട്ടോ അടുത്തത് എ ആയിട്ടോ നിൽക്കും. ട്രാൻസ് എന്ന് പറഞ്ഞാൽ സിമിലർ, 1 4ഉം 1 2 2ന്റെ മൾട്ടിപ്പിൾ ആണ് 4. സോ അതുകൊണ്ട് ഒരേപോലെ ട്രാൻസിൽ എ എ ഇ ഇ 1ഉം 4ഉം രണ്ടും ആക്സിയലിൽ നിന്നാലും 2 ഇക്വറ്റോറിയലിൽ നിന്നാലും എന്താണ്? ട്രാൻസ് ആണ്. ഇനി 1 3 സബ്സ്റ്റിറ്റ്യൂവൻസ്. ഓക്കെ, 1 3 സബ്സ്റ്റിറ്റ്യൂവൻസിൽ 1 3 ഡൈ സബ്സ്റ്റിറ്റ്യൂട്ടഡ് വരുമ്പോൾ നേരെ തിരിയും, ഉൾട്ടാവും, തിരിയും. സിസ് എന്ന് പറയുന്നത് എ എ അല്ലെങ്കിൽ ഇ ഇ ആണ്. അതായത് ഫസ്റ്റ് സബ്സ്റ്റിറ്റ്യൂവന്റ് എ ആയിട്ടും തേർഡിൽ നിൽക്കുന്ന സബ്സ്റ്റിറ്റ്യൂവന്റും എ ആയിട്ട്, അല്ലെങ്കിൽ രണ്ടും ഇക്വറ്റോറിയൽ ആയിട്ട്. ട്രാൻസിൽ നേരെ തിരിച്ച് എ ഇ അല്ലെങ്കിൽ ഇ എ. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണ്. 1 2 1 4 1 2 1 4 1 3. അതുപോലെ 1 2 ഡൈ സബ്സ്റ്റിറ്റ്യൂട്ടഡിലും 1 4ലും ട്രാൻസ് ആണ് ഏറ്റവും സ്റ്റേബിൾ. 1 2 ആൻഡ് 1 4 നമ്മൾ കണ്ടല്ലോ, ട്രാൻസ് ആണ് സ്റ്റേബിൾ. 1 3ല് സിസ് ആണ് സ്റ്റേബിൾ. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് നിങ്ങൾ നോക്കിയിട്ട് പോവുക. ഓക്കെ, അപ്പൊ നമ്മുടെ റിവിഷൻ സീരീസ് നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക.
ഇതിന്റെ കണക്റ്റഡ് ആയിട്ടുള്ള ബാക്കി ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് നോക്കുക. താങ്ക്